നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. പ്രകൃതി കറുത്ത മൂടുവിടമിട്ട ഒരു കാലം. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിക്കാൻ അനുവദിക്കാതെ കാർമേഘങ്ങളും മാമരങ്ങളും ഇടതൂറുന്ന ആ പഴയ കാലം. തുള്ളിക്കൊരുകുടം പോലെ കോരിച്ചൊരിയുന്ന പേമാരി. റോഡില്ല, വാഹനങ്ങളില്ല, ആളുകൾ അധികമില്ല. സ്വൈരവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കൂട്ടങ്ങൾ മാത്രം. ഈ വന്യവനമേഖലകളിൽ പൊന്നു വിതയ്ക്കാൻ സ്വപ്നങ്ങൾക്കൊരുത്ത മനസ്സുമായി അവർ കുന്നുകൾ താണ്ടി. പ്രകൃതിയുടെ ക്രൂദ്ധനോട്ടത്തിൽ പകച്ചു പോകാത്ത മനസ്സുമായി അവർ അതിജീവനത്തിന്റെ പാതകൾ വെട്ടിത്തുറന്നു. കാലത്തിന്റെ നെരിപ്പോടുകൾക്കും പ്രകൃതിയുടെ താണ്ഡവത്തിനും കുടിയേറ്റ ജനതയുടെ മനസ്സടർത്താൻ കഴിഞ്ഞില്ല. കാരിരുമ്പിന്റെ ശക്തി ആർജിച്ച് അവർ ഭൂമിയെ പാകപ്പെടുത്തി. ഉഴുതുമറിച്ച മണ്ണിലവർ വിത്തുകൾ പാകി പൊന്നുവിളയിച്ചു. അടർന്നിടറി വീഴുന്ന മനസ്സുകൾക്ക് കരുത്തേകാൻ അവർ കർത്താവിനെ കൂട്ടുപിടിച്ചു. ആത്മീയ നിറവിന്റെ ഉറവിടം തേടിയ അന്നത്തെ ആ ജനത ഒത്തൊരുമിച്ച് നിന്നതിന്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ആലാറ്റിൽ സെന്റ് മേരീസ് ദേവാലയം. അനുഗ്രഹവർഷത്തിന്റെ പതിറ്റാണ്ടുകൾ പൂർത്തീകരിച്ച് സുവർണ ജൂബിലിയുടെ നിറവിൽ ഇന്ന് ഈ നാടിന്റെ യശസ്സുയർത്തി ഗിരിനിരകൾക്കുമേൽ ഈ കുരിശ് പ്രഭ ചൊരിയുന്നു. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായിരുന്നു ഈ ദേവാലയം. ഇന്നും അതിൻ്റെ എല്ലാ നിറവോടും കൂടി ദൈവീകാംശം വഴിഞ്ഞൊഴുകുന്ന ആത്മീയ ആലയമായി ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യമായി ഇത് നിലകൊള്ളുന്നു. തലശ്ശേരി രൂപത സ്ഥാപിതമായപ്പോൾ അഭിമന്യ വള്ളോപ്പള്ളി പിതാവ് ബഹുമാനപ്പെട്ട ജോർജ് കഴുക്കിച്ചാലച്ചനെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾ നിറവേറ്റാനായി നിയോഗിക്കുകയുണ്ടായി. ഭാഗ്യസ്മരണാർഹനായ കഴുക്കിച്ചാലച്ചൻ്റെ ദീർഘവീക്ഷണവും ത്യാഗോജ്വലമായ അദ്ദേഹത്തിൻ്റെ സേവനവും ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് ആദ്യകാല കുടിയേറ്റക്കാർക്ക് വലിയ മുതൽക്കൂട്ടായി. അച്ഛനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അന്നത്തെ കുടിയേറ്റക്കാർ ചെറിയ പള്ളി പണിയുവാനും പ്രത്യേകിച്ച് ഇവിടെ വിദ്യാഭ്യാസത്തിന് യാതൊരു സൗകര്യവുമില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്കൂൾ ആരംഭിക്കുവാനും സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് തുടക്കം കുറിക്കുവാനും സാധിച്ചു. അച്ഛൻ്റെ ത്യാഗോജ്വലമായ സേവനത്തിൻ്റെയും അച്ഛൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും ഒക്കെ ഒരു പ്രതിഫലനമാണ് ഇന്ന് ഇവിടെ സ്ഥിതി ചെയ്യുന്ന നിർമ്മല LP സ്കൂൾ. ആ സ്കൂളിന് വേണ്ടതായ അംഗീകാരം അച്ഛന് അധികാരികളിൽ നിന്ന് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. അച്ഛൻ്റെ സഹായിയായി കടന്നു വന്ന ബഹുമാനപ്പെട്ട ജോസ് കരിക്കാട്ടുകണ്ണിയേൽ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ള
ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത്. 1966 ഭാഗ്യസ്മരണാർഹനായ വള്ളോപ്പള്ളി പിതാവ് ആലാറ്റിൽ ഇടവകയെ സ്വതന്ത്ര ഇടവകയായിട്ട് പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട ജോസ് കരിക്കാട്ട് കണ്ണിയലച്ചൻ ആദ്യത്തെ വികാരിയായി നിയമിതനാവുകയും ചെയ്തു. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇല്ലായ്മകളും വല്ലായ്മകളും അനുഭവിച്ച് അച്ഛൻ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഏറെ ബദ്ധശ്രദ്ധനായിരുന്നു. റോഡ് വെട്ടുന്നതിനും അതുപോലെ തന്നെ ചെറിയ ചാപ്പൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും ആൾക്കാരുടെ നിർലോഭമായ സഹായ സഹകരണത്തോടുകൂടി പല വികസന പ്രവർത്തനങ്ങൾക്കും അന്ന് ഇവിടെ ജനം സാക്ഷിയായി. ആ കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ സേവനം ആവശ്യമാണെന്ന് കണ്ടറിഞ്ഞ് 1965 നാട്ടിൽ നിന്ന് ആരാധനാ സന്യാസിനി സമൂഹത്തിൽപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട കടക്കിച്ചാലച്ചൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ സേവനത്തിനായി കടന്നു വന്നത്. ബഹുമാനപ്പെട്ട സ്നോമേരി സിസ്റ്ററിൻ്റെ ഒക്കെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ സന്യാസിനി സമൂഹം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ അവർക്ക് താമസിക്കുവാൻ കൊടുത്ത ഒരു കൊച്ചു വീട്ടിൽ ആയിരുന്നു കൊണ്ട് പേരിയ പള്ളിയിൽ പോയി അവിടെ വിശുദ്ധ ബലിയിലും തിരുക്കർമ്മങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ അജപാലന ശുശ്രൂഷകളിൽ അവർ വികാരിയച്ഛനോടൊപ്പം മുഴുകുകയും അന്നത്തെ അച്ഛന്മാരോടൊപ്പം മുഴുകുകയും ചെയ്തു. അപ്പമായി ഇന്നിയൾ താരയിൽ വന്നു വാഴും സ്വർഗരാജനീശോ. സംഗീതവുമായി ലിമിത വെള്ളാരങ്കൽ.
നീടുമ്പോൾ നാഥാ നീ എന്നാശ്രയം. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ്ഗരാജനീശോ. തിന്മകൾ എന്നെ വലഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകയാനിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണെന്നാശ്രയം. തിന്മകൾ എന്നെ വലഞ്ഞിടുമ്പോൾ എന്നും പ്രലോഭനങ്ങളേറുമ്പോൾ ഏകയാനിന്നു തളർന്നിടുമ്പോൾ ദിവ്യകാരുണ്യമാണെന്നാശ്രയം. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ്ഗരാജനീശോ. ധന്യമാമീ വേളയിൽ പുണ്യമായി നീ ഞങ്ങളിൽ വാവാ. അപ്പമായി ഇന്നീ അൾത്താരയിൽ വന്നു വാഴും സ്വർഗ്ഗരാജനീശോ. 1949 നിങ്ങൾ പേരയിൽ വരുന്നത്. ഏ ആ അതേ സമയത്ത് ഞങ്ങൾ 50-ലാണ് 50-ൽ 8 ആൾ കൂടി ആലാറ്റിൽ ദേശത്ത് 623 ഏക്കർ സ്ഥലം വാങ്ങി. അത് 51-ൽ അതിന് ഭാഗം നടത്തി ഓരോരുത്തരുടെ കൈവശമാക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് നിങ്ങളുടെ ചേട്ടൻ പരമേശ്വരൻ നായർ ഇവിടെ താമസമുണ്ട്, ശരിയല്ലേ? അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. 2 കൊല്ലം കഴിഞ്ഞാൽ വരുന്നത്. അപ്പം 49-ൽ ഞങ്ങളിവിടെ സ്ഥലം വാങ്ങി. അച്ഛനായിരുന്നു ആദ്യം ഇവിടെ പണിതുകൊണ്ടിരുന്നത്. 2 മാസം പണിതു. അപ്പം അന്ന് കാട്ടാനയും ഒക്കെ വരുന്ന കഴിയുമ്പോൾ അച്ഛൻ നിനക്ക് മാറി നിൽക്കും. അത് കഴിഞ്ഞ് ആന പോയി കഴിയുമ്പോൾ പിന്നെയും പണി കിടക്കും. അങ്ങനെ കുത്തിയിട്ട് കഴിഞ്ഞ് അച്ഛൻ നാട്ടിലേക്ക് പോയി. പിന്നെ മൂത്ത ചേട്ടനാണ് വരുന്നത്. ചേട്ടൻ വന്ന് 2 കൊല്ലം കഴിയുമ്പോഴാണ് ഞാൻ വരുന്നത്. അപ്പോൾ അന്ന് ഇതുപോലെ ഭയങ്കരം പുഴുവിൻ്റെ ശല്യം ഭയങ്കരമാണ്. തോട്ടപ്പുഴു. ആ ഉപ്പും പൊഞ്ഞു കിട്ടിക്കൊണ്ട് വേണം നടക്കാൻ. ഉപ്പ് ഇപ്പോൾ കിഴി കിട്ടിക്കൊണ്ട് വേണം നടക്കാൻ. അതന്ന് പേരയ്ക്ക് പോകണമെങ്കിൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ മരത്ത് വഴി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കണം. വലിയ വെള്ളമാണെങ്കിൽ പിന്നെ കടക്കാനും ആവില്ല. എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ പേരയ്ക്ക് പോകണം. രാവിലെ പോയാൽ വൈകുന്നേരം ഇവിടെ എത്താനാവും. അതുപോലെ തലശ്ശേരിയിൽ നിന്ന് ആലുവയിൽ നിന്ന് ട്രെയിൻ കയറിയാൽ തലശ്ശേരി വന്ന് ഇറങ്ങിയാൽ 2 ബസ്സേ ഉള്ളൂ, MRS MBC. അതിന് നേരത്തെ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അന്ന് തലശ്ശേരി അവിടെ കട. അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് താമസം തുടങ്ങി. ഒരു കുടിലൊക്കെ കെട്ടി അവിടെ അങ്ങനെ താമസിച്ചു. അതിൻ്റെ പിറ്റേ കൊല്ലാണ് നിങ്ങൾ വരുന്നത്. 50-ൽ വന്ന് ഇപ്പോൾ അതിലെ കൂടെയാണ്, നമ്മുടെ സ്ഥലത്തിൻ്റെ അതിലെ കൂടെയാണ് നിങ്ങളതിലെ ചെറിയൊരു ഊടുവഴി. ഇതിലെ വന്നിട്ടാണ് നിങ്ങൾ പോകണം. അപ്പം മിക്കവാറും തിരിച്ച് നിങ്ങളെയൊക്കെ കാണാം. അങ്ങനെ വർത്തമാനമൊക്കെ പറയും. അങ്ങനെ ചില്ലറ കൃഷികളൊക്കെ ചെയ്ത് കുറേ ആനയും കൊണ്ടും കുറേ പന്നിയും കൊണ്ടും ബാക്കി നമുക്കും കിട്ടും. പിന്നെ നിങ്ങളിവിടെ വന്നപ്പോൾ ഒരാളെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇതാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളിവിടെ വരുമ്പോൾ
സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ല, വിദ്യാഭ്യാസത്തിന് യാതൊരു സംവിധാനവും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് നെല്ലിക്കുന്ന് ജോസഫ് ഏട്ടനും ഞാനും കൂടി ഒരു ഷെഡുണ്ടാക്കി കുട്ടിപ്പള്ളിക്കൂടം ആശാനെ വെച്ച് നടത്തി പോന്നു. അതൊന്ന് ആശാനാരാ മോളത്തെ പാപ്പച്ചനോ? അല്ല, ആശാൻ 3-4 പേരുണ്ട്. ബേബി മാസ്റ്റർ, പിന്നെ ആദിത്യ ആശാൻ്റെ പേരിപ്പോൾ എനിക്ക് നല്ല ഓർമ്മ ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. അതെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ തലശ്ശേരി രൂപത തുടങ്ങി. അപ്പം മാനന്തവാടിയിലേക്ക് നിയമിച്ചത് കഴിക്കച്ചാൽ അച്ഛനെയാണ്. അച്ഛൻ ആണ് ഇവിടെ വന്ന് ഈ സ്കൂളിന് അനുവാദം വാങ്ങിയതും കെട്ടിടം പണിയാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കിയത്. അസിസ്റ്റൻ്റായിരുന്ന കരിക്കാട്ട് കണ്ണിയാൽ അച്ഛനെ ആണ് ഇങ്ങോട്ട് അയച്ചത് ഈ കെട്ടിടം പണിയുന്നതിന് വേണ്ടി. അതിൻ്റെ മരപ്പണിയുടെ എല്ലാ ഉത്തരവാദിത്വം എനിക്കും, ഈ ഭിത്തി കെട്ടുന്നതിനുള്ള ഈ കല്ല് പണിക്കുള്ള ഉത്തരവാദിത്വം ഈ കുഞ്ഞുമറിക്കും മുള്ളൻകുഴിയിൽ ഉറക്കിക്കും ആണ് ഏൽപ്പിച്ചു കൊടുത്തത്. ഞങ്ങളാണ് ഈ സ്കൂള് പണിയിച്ചത്. അന്ന് ആശാരിക്ക് 2.5 രൂപ തച്ചാണ്. ആ 2.5 രൂപ ഉണ്ടാക്കാൻ വളരെ വിഷമിച്ചു. അന്ന് നെൽകൃഷിയല്ലാതെ മറ്റ് യാതൊരു കൃഷിയും, കരകൃഷി ഒന്നുമില്ല. ഇത് വനമായിട്ട് കിടക്കുന്ന ഭൂമിയല്ലേ. ആ നെൽകൃഷിക്കാരോട് ഈ ആശാരിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി ഈ ഓരോരുത്തരുടെ കൃഷിയുടെ തോതനുസരിച്ച് ഒരു പൊതി എന്ന് പറഞ്ഞാൽ 6 പറ, അരപ്പൊതി 10 സേറ് ഇങ്ങനെ വാങ്ങി വിറ്റ് ആണ് ഞാൻ ഈ 2.5 രൂപ ആശാരിക്ക് തച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതേസമയത്ത് തലശ്ശേരി രൂപത തുടങ്ങിയത് കൊണ്ട് പിതാവിനെ പോയി കണ്ടു ഇതിന് സഹായം ചോദിക്കാൻ വേണ്ടി. പിതാവ് പറഞ്ഞു, ഞാനിങ്ങനെ പല സ്കൂളുകൾക്കും സഹായം കൊടുക്കാറുണ്ട്, അത് തറകെട്ടി അത് അവിടെ ഇടും, പിന്നെ മേലോട്ടില്ല. പിന്നെ വേറെ ഒരു പാർട്ടി വന്നാൽ അവർ ഭിത്തി കെട്ടി ഇടും, മേൽക്കൂരയില്ല. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞ് കഴുക്കോല് പട്ടിയെ അടിച്ചതിന് ശേഷം ഇവിടെ വരെ ഓട് ഞാൻ തരാം. അങ്ങനെ സമ്മതിച്ചു. ഞാനാണ് തലശ്ശേരി പിതാവിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങി ഈ സ്കൂളിന് ഓട് വാങ്ങിച്ചുകൊണ്ട് വന്ന ആൾ. പ്രഭാത പുഷ്പത്തിൻ്റെ നൈർമല്യത്തേക്കാൾ മനോഹരമാണ് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരി. ഇതാ പുഞ്ചിരി തൂകി പൂന്തണലേകി എന്ന മനോഹരമായ ആക്ഷൻ സോങ്ങിന് ചുവടുകളുമായി കൊച്ചുകൂട്ടുകാർ. ും
1965 ആരാധനമഠം ആലാറ്റിൽ സ്ഥാപിതമായി. ഇന്ന് ഈ ഭവനം 50 വർഷത്തെ ജൂബിലിയുടെ നിറവിലാണ്. ഈ ഇടവകയിൽ മതബോധനം, വിദ്യാഭ്യാസ രംഗം, ഭവന സന്ദർശനം എന്നീ വ്യത്യസ്തമായ മേഖലകളിൽ സിസ്റ്റേഴ്സ് സേവനം കാഴ്ചവെക്കുന്നു. ഇന്നത്തെ കുട്ടികളുടെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ നേരായ മാർഗത്തിലൂടെ എത്തിക്കുവാനുമായി കൗൺസിലിംഗ് നടത്തുകയും അതുപോലെ തന്നെ ഇടവകയുടെ ആധ്യാത്മിക രംഗങ്ങളിൽ സജീവമായി ഞങ്ങൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. പൂർവിക സുഹൃതവും ഈശ്വര സ്നേഹവും ചേർന്നു ലയിച്ചൊരീ ദേവാലയം. വന്ദ്യ പുരോഹിതർ ആത്മീയ ജ്യോതിയ സത്യവിശ്വാസത്തിൻ പാതയൊരുക്കി. ഇന്നു നാം ഒരു ജനതയായി നന്ദിയാൽ കരഘോഷമോടെ പാടാം.